ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന നിശ്ചിത ട്രെൻബാർ വേർബ്, അതായത് ഇൻസെപ്പറബിൾ വേർബ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ബെസൂഹൻ, ഞാൻ എടുത്തിരിക്കുന്ന വേർഡ് എന്ന് വെച്ചാൽ ബെസൂഹൻ. ഇതിൽ നമ്മൾ പ്രിഫിക്സ് നോക്കുന്ന ബിഇ ആണ്. ബെസൂഹൻ ഇസ് ടു വിസിറ്റ്. സോ ഇതിൽ സൂഹൻ ആണ് വേർബ്, ബിഇ ഇസ് പ്രിഫിക്സ്. സൂഹൻ വേർബും ബിഇ പ്രിഫിക്സും. സോ അതുകൊണ്ട് സൂഹൻ സെക്കൻഡ് പൊസിഷനിലും ബിഇ അവസാനത്തെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഒരു സെന്റൻസിൽ എഴുതുകയാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം. ഐ വിസിറ്റ് മൈ ഫ്രണ്ട് ഓൺ സൺഡേ. ഈ വിസിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ബെസൂഹൻ. ടു വിസിറ്റ് ഇസ് ബെസൂഹൻ. ഐ വിസിറ്റ് മൈ ഫ്രണ്ട് ഓൺ സൺഡേ. ഇതൊരു സെന്റൻസിൽ എഴുതുകയാണെങ്കിൽ ഇഷ് ഇത് എൻറ്റയർലി കോർ വേർബ് ആണ്. ഇഷ് ബെസൂഹ മൈനൻ ഫ്രോയിൻഡ് അം സോൺടാഗ്. നമ്മൾ നേരത്തെ ട്രെൻബാർ വേർബിൽ ചെയ്തതുപോലെ ഈ ബിഇനെ എടുത്ത് അവസാനത്തേലും ഈ സൂഹനെ എടുത്ത് സെക്കൻഡ് പൊസിഷനിലും ചെയ്യത്തില്ല. കാരണം ഇത് നിശ്ചിത ട്രെൻബാർ വേർബിനാണ്, ഇൻസെപ്പറബിൾ ആണ്. സെപ്പറബിൾ അല്ല, ഇൻസെപ്പറബിൾ. അതുകൊണ്ടാണ് നമ്മൾ വിസിറ്റ് എന്നിരിക്കുന്ന സ്ഥലത്തിൽ ബെസൂഹൻ ആ വേർബിനെ അങ്ങനെ തന്നെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതുകയാണ്. ഇഷ് ബെസൂഹ മൈനൻ ഫ്രോയിൻഡ് അം സോൺടാഗ്. ഓക്കെ അല്ലേ? ഇപ്പോൾ എഴുതുന്ന അടുത്ത എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫെർകൗഫൻ എന്ന വേർഡാണ്. ഫെർകൗഫൻ. ഐ ആം സെല്ലിംഗ് മൈ കാർ. സോ ആ പറയുന്ന വേർഡിനാണ് ഇഷ് ഫെർകൗഫ മൈൻ ഔട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫെർൻ VER അത് മാത്രം എടുത്ത് അവസാനത്തേലും കൗഫേനെ കോൺജുഗേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ വെക്കത്തില്ല. കാരണം സെല്ലിംഗ് എന്ന് പറയുന്ന ആ എൻറ്റയർ വേർഡിന്റെ ഇതാണ് ഫെർകൗഫൻ. അതിനെ നമ്മൾ ഇഷിനോട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇഷ് ഫെർകൗഫ മൈൻ ഔട്ടോ. ഇതിൽ വരുമ്പോൾ ഇഷ് ബെസൂഹ മൈനൻ ഫ്രോയിൻഡ് അം സോൺടാഗ്. സോ ഇതുപോലത്തെയാണ് ബാക്കിയുള്ള പ്രിഫിക്സും. സോ ഇപ്പൊ നമുക്ക് എന്ത് നോക്കാന്ന് വെച്ചാൽ ഈ പറയുന്ന നിശ്ചിത ട്രെൻബാർ വേർബ്, അതായത് ഇൻസെപ്പറബിൾ വേർബ്സ് മോഡൽ വേർബ് വരുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് എക്സാമ്പിളിൽ നോക്കാം.